സർക്കാർ സൗജന്യ ആംബുലൻസ് നിഷേധിച്ചു. മലപ്പുറം താനൂർ ബോട്ട് ദുരന്തത്തിൽ പരിക്കേറ്റ 1.5 വയസ്സുകാരിക്ക് വിദഗ്ധ ചികിത്സ വൈകിയത് മണിക്കൂറുകളോളം. വള്ളിക്കുന്ന് സ്വദേശിനി ആയിഷ മെഹറിനെ എറണാകുളത്തേക്ക് മാറ്റുമ്പോഴായിരുന്നു സംഭവം. താനൂർ ബോട്ട് ദുരന്തത്തിൽ പരിക്കേറ്റ തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന അരിയല്ലൂർ സ്വദേശികളായ മൻസൂർ നുസ്രത്ത് ദമ്പതികളുടെ 1.5 വയസ്സുള്ള മകൾക്കാണ് സർക്കാർ സൗജന്യ ആംബുലൻസ് നിഷേധിച്ചത്. എറണാകുളത്തേക്ക് വിദഗ്ധ ചികിത്സയ്ക്കായി മാറ്റുമ്പോഴാണ് ദയനീയ സംഭവം അരങ്ങേറിയത്. കുട്ടിയെ എറണാകുളത്തേക്ക് കൊണ്ടുപോകാൻ സർക്കാർ ആംബുലൻസ് വിട്ടു നൽകാതിരുന്നതിനെ തുടർന്ന് 1.5 മണിക്കൂറോളമാണ് ചികിത്സ വൈകിയത്. 25 ദിവസത്തെ ചികിത്സയ്ക്കു ശേഷം കോട്ടയ്ക്കൽ മിംസ് ആശുപത്രിയിൽ നിന്നും കഴിഞ്ഞ ദിവസം കുട്ടിയെ തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. കുട്ടിക്ക് കാര്യമായ പുരോഗതി ഇല്ലാത്തതിനെ തുടർന്ന് താലൂക്ക് ആശുപത്രി മെഡിക്കൽ ബോർഡിന്റെ തീരുമാനപ്രകാരം വിദഗ്ധ ചികിത്സയ്ക്കായി കൊച്ചിയിലെ അമൃത ആശുപത്രിയിലേക്ക് റഫർ ചെയ്യുകയായിരുന്നു. ഞരമ്പ് രോഗ വിദഗ്ധന്റെ പരിശോധന അനിവാര്യമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് റഫർ ചെയ്തത്. കുട്ടിയെ കൊണ്ടുപോകുന്നതിന് 108 ആംബുലൻസ് വിളിച്ചപ്പോൾ ജില്ല വിട്ടു പോകാനാകില്ലെന്നായിരുന്നു മറുപടി. പലതരത്തിലുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും ആംബുലൻസ് വിട്ടു നൽകാൻ ബന്ധപ്പെട്ടവർ തയ്യാറായില്ല. ആശുപത്രി അധികൃതർ സ്വകാര്യ ആംബുലൻസ് വിളിക്കാൻ പിതാവിനോട് പറഞ്ഞെങ്കിലും ഇദ്ദേഹത്തിന്റെ പക്കൽ പണമുണ്ടായിരുന്നില്ല. വിവരമറിഞ്ഞ് യൂത്ത് ലീഗ് തിരൂരങ്ങാടി മണ്ഡലം പ്രസിഡന്റ് UA റസാഖ് ആശുപത്രിയിലെത്തി കാര്യങ്ങളിൽ ഇടപെടുകയായിരുന്നു. തുടർന്നും 108 ആംബുലൻസ് ലഭ്യമാക്കുന്നതിനുള്ള സാങ്കേതികത്വം പറഞ്ഞ് ആശുപത്രി ജീവനക്കാരും ഉദ്യോഗസ്ഥരും ഒഴിഞ്ഞുമാറുകയാണുണ്ടായത്. ശേഷം പ്രശ്നം MLA KPA മജീദിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ജില്ലാ മെഡിക്കൽ ഓഫീസറുമായി സംസാരിക്കുകയും ചെയ്തതിനെ തുടർന്നാണ് ആംബുലൻസ് വിട്ടു നൽകിയത്. വാഹനത്തിന്റെ AC തകരാറായതുമൂലം യാത്ര പിന്നെയും മുടങ്ങി. പിന്നീട് സ്വകാര്യ ആംബുലൻസ് ആശുപത്രി അധികൃതർ തന്നെ തയ്യാറാക്കി നൽകുകയാണുണ്ടായത്. രാവിലെ റഫർ ചെയ്ത കുട്ടിയെ വൈകിട്ട് 4:30യോടെയാണ് താലൂക്ക് ആശുപത്രിയിൽ നിന്നും അമൃത ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. കേരള വിഷൻ ന്യൂസ്, മലപ്പുറം.